കണ്ണൂരിൽ അതിശക്തമായ മഴ. ചെറുപുഴ മുളപ്രപ്പാലം വെള്ളത്തിൽ മുങ്ങി. കാര്യംകൂട് പുഴ കരകവിഞ്ഞു. കൊട്ടിയൂർ ബാവാലി പുഴയിൽ താൽക്കാലികമായി കെട്ടിയ തടയണ പൊട്ടി. പ്രദേശത്ത് ശക്തമായ മഴയും പുഴയിൽ കുത്തൊഴുക്കുമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം? ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇപ്പോൾ മഴയ്ക്കൊരല്പം ശമനമുണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴാണൊരു താൽക്കാലിക ശമനം ഉണ്ടായിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ചെറുപുഴ മുളപ്രപ്പാലം വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. സമീപത്തെ കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കാര്യംകോട് പുഴ കരകവിഞ്ഞൊഴുകിയതാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് നയിച്ചത്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കനത്ത മഴയെ തുടർന്ന് കൊട്ടിയൂർ ബാവലി പുഴയിൽ താൽക്കാലികമായി കിട്ടിയ തടയണയാണ് പൊട്ടിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തുന്നവർക്ക് കുളിക്കുന്നതിന് വേണ്ടി പുഴയിൽ സ്ഥാപിച്ച തടയണയാണിത്. പ്രദേശത്ത് ശക്തമായ മഴയും പുഴയിൽ കുത്തൊഴുക്കും രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ തളാപ്പിൽ ഈ മഴ പെയ്ത് പഴയൊരു വീട് തകരുന്ന സാഹചര്യമുണ്ടായി. തളാപ്പ് സ്വദേശി സജിതയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. അതിനെ കണ്ണൂർ അഴീക്കോട് കുളത്തിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മാട്ടൂൽ സ്വദേശിയായ ഇസ്മയിലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുളത്തിൽ നീന്താനിറങ്ങിയ ഇസ്മയിൽ മുങ്ങി മരിക്കുകയായിരുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷ്ണു. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.